ബലിയ ഹസന്റെ രക്തസാക്ഷ്യം നീതിക്കായുള്ള പോരാട്ട ചരിത്രത്തിലെ എക്കാലത്തെയും പ്രചോദനവും ആവേശവുമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ചരിത്രത്തെ പോലും വളച്ചൊടിച്ചും സംസ്കരിച്ചും തെറ്റിദ്ധാരണ പരത്തുന്ന ഇക്കാലത്ത് ബലിയ ഹസനെ പോലുള്ളവരുടെ ഓർമ്മ നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ബലിയ ഹസൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റിയിൽ ജുമാ മസ്ജിദിനു മുന്നിൽ ശുഹദാക്കളുടെ ഖബർസ്ഥാനിൽ സ്ഥാപിച്ച ചരിത്ര ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1525 ജനുവരി 7 കണ്ണൂർ സെന്റ് ആഞ്ചലോ കോട്ടയിൽ വെച്ച് പറങ്കിത്തലവൻ ഹെൻറി മെൻസിന്റെ നേതൃത്വത്തിൽ തൂക്കിലേറ്റിയ അറക്കൽ നാവികപ്പടയുടെ അമരക്കാരൻ ബലിയ ഹസന്റെ രക്തസാക്ഷിത്വം നീതിക്കുവേണ്ടി നിലകൊള്ളുന്ന മനുഷ്യർക്ക് എക്കാലവും പ്രചോദനവും ആവേശവുമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ബലിയ ഹസൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റിയിൽ ജുമാ മസ്ജിദിനു മുന്നിൽ ശഹദാക്കളുടെ ഖബർസ്ഥാനിൽ സ്ഥാപിച്ച ചരിത്ര ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനാധിപത്യവും മതേതരത്വവും രാജ്യത്തിന്റെ പാരമ്പര്യവും ചരിത്രവുമെല്ലാം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാത്തങ്ങൾ, ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക പി സാജിദ, അറക്കൽ രാജ കുടുംബാംഗം അബ്ദുൽ ഷുക്കൂർ, അഷ്റഫ് ബംഗാളി മൊഹല്ല, കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഡയറക്ടർ മുഹമ്മദ് ഷിഹാദ്, വലി ഹസൻ അനുസ്മരണ സമിതി കൺവീനർ ഹാഷിം ഖലീമ തുടങ്ങിയവർ സംസാരിച്ചു. പി മുബഷീർ, ഷഫീഖ് ഉമർ, ഷാഹിർ, ബഷീർ ഗസാലി, ഫിറോസ് ഇടക്കിലകത്ത്, ഇക്ബാൽ പൂക്കുണ്ടിൽ, റെയ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശിലാഫലക പ്രവർത്തനങ്ങൾ നടന്നത്. സിറ്റി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ നാസർ മൗലവി, ഹനീഫ കുരിക്കളകത്ത്, സിറ്റി പ്രവാസി കൂട്ടായ്മ പ്രതിനിധി ഓഡൻ ഹാരിസ്, ചരിത്ര വിഭാഗം അധ്യാപകനായ ഡോക്ടർ സിറാജുദ്ദീൻ, ഡോക്ടർ NC അബ്ദുള്ള, നൌഷാദ് പൂതപ്പാറ, സഹർ അഹമ്മദ്, അൽത്താഫ് മാങ്ങാടൻ തുടങ്ങി വിവിധ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.